Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Mr. News എടുത്ത് നോക്കി എല്ലാവരും ക്ലിയർ ആണോ? അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അവിടെ മുതലല്ലേ കണ്ടിന്യൂ ചെയ്യേണ്ടത്? ആണോ? മാം ഞാൻ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ആയപ്പോ ഒന്ന് ലെഫ്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻഷുർ ക്ലീൻനെസ് എടുത്തോന്ന് എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. ഓക്കെ, അവിടെ മുതൽ ജസ്റ്റ് ഒന്ന് പറയാം. എൻഷുർ ക്ലീൻലിനെസ്. ഒരു ഹോസ്പിറ്റൽ നമ്മൾ പോകുന്ന ഒരു ഹോസ്പിറ്റലില് സേഫ് അല്ല, പേഷ്യൻസിന്റെ ഉള്ള സേഫ് ഇല്ല, സുരക്ഷിതത്വം ഇല്ല. അവിടെ സാനിറ്ററി പ്രോഗ്രാമുകൾ, അതായത് ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എങ്കിൽ അവിടെ എന്ത് രീതിയിലുള്ള കെയേഴ്സ് പേഷ്യൻസിന് നൽകിയിട്ട് കാര്യമുണ്ടോ? മൾട്ടി സ്പെഷ്യാലിറ്റി കെയേഴ്സ് പേഷ്യൻസിന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു വൃത്തിയില്ല, പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നില്ല അങ്ങനെ ഒരു ഹോസ്പിറ്റലില്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ ഏരിയാസിലും എന്തെടുക്കണം? ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് മുതൽ അല്ലെ എല്ലാ ഭാഗങ്ങളിലും എന്താണ് സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്താം. നോക്കിയേ, no patients ensure cleanliness. No patients need to receive care in a situation that doesn't feel safe and security. ഒരു സുരക്ഷിതത്വവും പിന്നെ എന്താണ് ശുചിത്വവും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇല്ലാത്ത സാഹചര്യത്തില് പേഷ്യൻസിന് എന്ത് കെയേഴ്സ് അല്ലെ, എങ്ങനെയുള്ള കെയേഴ്സ് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? Practicing sanitation in all areas of the institution from the waiting room to the physician office അല്ലെ. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യുക? സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ അല്ലെ, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. എവിടെ മുതല? ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ അല്ലെ ഡോക്ടേഴ്സിന്റെ ഓഫീസ് വരെയുള്ള എല്ലാ സെക്ഷനുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഹെൽപ്പ് സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ്. എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ, രോഗികളെ സുരക്ഷിതരാക്കാനും അവരെ സുഖപ്പെടുത്താനും അല്ലെ, സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ഇപ്പൊ നമ്മ പറയാറില്ലേ ചില ഹോസ്പിറ്റലില് എന്താണ്, നമ്മ പോയ സുഖമില്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം കൂടി അവിടെ നിന്ന് കിട്ടുന്ന പറയാറുണ്ടോ അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് അവിടുത്തെ ആ ഒരു എൻവിയോൺമെന്റ്, ആ ചുറ്റുപാട് ക്ലീൻ അല്ലെങ്കിൽ പറയും അല്ലെ, എന്താണ് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസും കൂടി അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്? അങ്ങനെ ഒരു ഇൻഫെക്ഷൻസ് രോഗികൾക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡേഞ്ചറസ് അല്ലെ റിസ്കുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ സെക്ഷനിലും എല്ലാ വിഭാഗത്തിലും എന്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഇത് പേഷ്യൻസിനെ സുരക്ഷിതരാക്കാനും അവരെ സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. ഇപ്പൊ എന്താണ്, നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ്, അതായത് കാലഹരണപ്പെട്ട സിസ്റ്റംസ് നവീകരിക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള ടെക്നോളജീസ് അതൊക്കെയാണോ ഹോസ്പിറ്റലിലുള്ളത്? സിസ്റ്റം അതൊക്കെയാണോ? അല്ല അല്ലെ. ഒരുപാട് ന്യൂ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ, അഡ്വാൻസ് ആയിട്ടുണ്ട് അല്ലെ.
ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോകണം ഇല്ലേ? ആ പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ക്യൂ നിന്ന് നേരിട്ട് അഡ്മിഷൻ എടുക്കണം. ഇപ്പൊ നമുക്ക് അങ്ങനെ വേണോ? അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ നേരിട്ട് പോയി എടുക്കണോ? ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാം അല്ലെ? പിന്നെ പണ്ട് ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടില് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടാവോ? അപ്പൊ നമ്മ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നാള് വരണ വരെ വെയിറ്റ് ചെയ്യൂ അല്ലെ? പേര് എത്രാമത്തെ നമ്പറാണ് വിളിച്ചത് അല്ലെ? അങ്ങനെയല്ലേ ചെയ്യാറ്? അതല്ലെങ്കിൽ ഇപ്പൊ എന്താണ്? ഇപ്പൊ നമുക്ക് റൂമിന്റെ ഡോക്ടേഴ്സിന്റെ ആ വെയിറ്റിംഗ് റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ തന്നെ നമുക്കറിയാലോ എത്രാമത്തെ ടോക്കൺ ആണ് വിളിച്ചത് അല്ലെ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ? Okay. When it comes to improving the patient's experience, upgrading outdated internal system is important. കാലഹരണപ്പെട്ട സിസ്റ്റങ്ങൾ, ഇന്റേണൽ സിസ്റ്റംസ് നവീകരിക്കുന്നതിലൂടെ, പുതുക്കുന്നതിലൂടെ, അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഗ്രേഡുകൾ വരുത്തുന്നതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായി സാധിക്കുന്നു. ഈവൻ സ്മോൾ അപ്ഡേറ്റ്സ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം, അതായത് ചെറിയ ചെറിയൊരു അപ്ഡേഷൻസ് മുതൽ അല്ലെ, ഒരു ചെറിയ അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിലും അത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നോക്കിയേ, ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോം അല്ലെ, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനുള്ളത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉചിതമായ സമയത്ത് അല്ലെ, നമുക്ക് ആപ്റ്റായ സമയം നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഓൺലൈൻ വഴി. നമുക്കിപ്പോ ഈവനിങ് ആണ് ഡോക്ടർ കാണാം. അപ്പൊ എന്താണ് നമ്മൾ ഈ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻസ്, വെയിറ്റിംഗ് റൂം സൈനേജ് ആൻഡ് സിസ്റ്റം അല്ലെ, എന്താണ് നമുക്ക് വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം, ഈ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ മാത്രമാണോ കാണുന്നത്? ഇപ്പോ ഫാർമസിയുടെ ഫ്രണ്ടിലൊക്കെ കാണാലോ. അപ്പൊ വെയിറ്റിംഗ് റൂമിലുള്ള സൈനേജുകളും സിസ്റ്റംസ് ആൻഡ് നേഴ്സ് കോൾ ബട്ടൺ, നേഴ്സിനെ വിളിക്കാനുള്ള കോൾ ബട്ടൺ ഉണ്ട് അല്ലെ? ഒരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മ നേഴ്സിന്റെ റൂമിൽ പോയി വിളിക്കണോ? വേണ്ട അല്ലെ? നമ്മുടെ ഏത് റൂമിലാണോ അവിടെ ഉണ്ടാവും. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ സ്പോട്ടിലെ നേഴ്സ് നമ്മുടെ അടുത്തൊക്കെ വരും അല്ലെ? അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ അപ്ഡേഷൻസും പോലും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമോ? നിങ്ങൾക്ക് പറയാമോ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻസ് എന്തെങ്കിലും? നമ്മൾ പഠിച്ച ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം പറയാമോ? അപ്ഡേഷൻസ് ആണോ? സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം പണ്ട് എങ്ങനെയാണ്? സിലിണ്ടേഴ്സ്, സിലിണ്ടർ ആയിരുന്നു അല്ലേ? എല്ലാ ഏരിയാസിലും കുറെ സിലിണ്ടേഴ്സ് കൊണ്ട് ഇങ്ങനെ വരത്തില്ലേ? അപ്പൊ അങ്ങനെയാണോ? അപ്പൊ പൈപ്പ് വഴി എവിടേക്കാണോ ഗ്യാസുകൾ, മെഡിക്കൽ ഗ്യാസുകൾ ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അല്ലെ? ഓക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ബി പങ്ക്ച്വൽ. ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കണം? പ്രാക്ടീഷണേഴ്സ്, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പങ്ക്ച്വൽ ആയിരിക്കണം അല്ലേ? ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, ചിലപ്പോ നമ്മ പറയാറില്ലേ ഒരു അവിടെ 10:30 ചെല്ലണം എന്ന് പറഞ്ഞാലും ആ സമയത്ത് പോയിട്ട് കാര്യമില്ല, ഒരു 11:30 ആകുമ്പോഴേക്കിന് എത്തിയാൽ മതി എന്ന് പറയാറുണ്ടോ? എന്തുകൊണ്ടാണ്? കൃത്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അല്ലെ, അവരെന്താണ്, അവരെ സമയം പോലെയാണ് അല്ലെ അവര് വരുന്നത്. ഡിലേ ആവും അല്ലെ, ഒരുപാട് ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പങ്ക്ച്വാലിറ്റി പാലിക്കുന്ന ആളോട് നമുക്ക് എന്ത് തോന്നും? പൊതുവെ പേഷ്യൻസിന് ഇപ്പൊ 10:30 എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തെ വരാം, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒരു ബഹുമാനം തോന്നും, റെസ്പെക്ട് തോന്നും ഇല്ലേ? തോന്നില്ലേ? Okay, sorry, be punctual.
ഈ ഡോക്ടർ നല്ല കറക്റ്റ് ടൈമിലാണല്ലേ വരുന്നത്, സമയനിഷ്ഠ പാലിക്കുന്ന പങ്ക്ച്വൽ ആണെന്ന് നമുക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യാണ് അല്ലെ, പേഷ്യൻസ് ആയി നമുക്ക് തന്നെ ഫീൽ ചെയ്യാണ്. ചിലപ്പോ നമ്മ പല പ്രവർത്തനങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും അല്ലെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ, പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടല്ലേ പോകുന്നത്. നോക്കിയേ, പങ്ക്ച്വാലിറ്റി റിവീൽസ് പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ. ഒരു പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂളില് പ്രാക്ടീഷണേഴ്സ്, ഡോക്ടേഴ്സ് ആവാം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആവാം, പങ്ക്ച്വാലിറ്റി കൃത്യനിഷ്ഠത പാലിക്കുന്നത് പേഷ്യൻസിന് അവരോട് റെസ്പെക്ട് ബഹുമാനം തോന്നാൻ കാരണമാകുന്നു അല്ലെ. If an organization find it difficult to see patients in a timely manner, they will require to examine their scheduling process and or staffing needs. അതുകൊണ്ട് എന്ത് ചെയ്യുക ഓർഗനൈസേഷൻ, പേഷ്യൻസിന് അവർ ആ ടൈമിൽ ഇപ്പൊ 10 മണിക്കാണ് അല്ലെങ്കിൽ 10:30ക്കാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്, ആ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലില് ഡോക്ടറെ കാണാൻ പറ്റുമല്ലോ. അതിലെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യണ്ടേ. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവര് എക്സാമിന് ആ ഷെഡ്യൂളിംഗ് പ്രോസസ്, അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ അവരൊന്ന് എക്സാമിൻ ചെയ്യാം, വിലയിരുത്തുക. എന്നിട്ട് സ്റ്റാഫിന്റെ അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് പേഷ്യൻസിന് ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചില ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന് ഓപ്പറേഷൻ ഡേ ഇല്ലേ, ഇപ്പൊ ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഓപ്പറേഷൻസിന്റെ ഡേയ്സ് ആണ് അല്ലെ, ആ സമയത്ത് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റാഫിന്റെ ആ അവൈലബിലിറ്റി ഉണ്ടോ അല്ലെ, ആ ഡോക്ടർ ആ സമയത്ത് അവിടെ ലഭ്യമാണോ എന്നുള്ള കാര്യം കൂടി വിലയിരുത്തിയിട്ട് വേണം പേഷ്യൻസിനെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? എൻക്വയറി അവർ ആ ഡോക്ടേഴ്സിന്റെ സെക്ഷനിലേക്ക് വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് ആ സമയത്ത് ഡോക്ടർ ഒപിയില് അവൈലബിൾ ആയിരിക്കും അല്ലെ, ഡോക്ടർക്ക് വേറെ എന്താ എക്സ്ട്രാ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വിലയിരുത്തിയതിനു ശേഷം വേണം പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാൻ. അതല്ലെങ്കിൽ എന്ത് പറ്റും, പേഷ്യൻസ് വന്ന് കുറേ നേരം ഈ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരുന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അതൊന്നും ഇല്ലാണ്ട് സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി അവരുടെ നീഡ്സും കൂടി നോക്കിയിട്ട് വേണം പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ. നെക്സ്റ്റ് സെറ്റ് എക്സ്പെക്ടേഷൻ. എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പേഷ്യൻസിന് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ, പ്രതീക്ഷകള്. നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെ, അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് can help set hopes by keeping all information on their website, patient portal and printed collateral up to date always. എന്താണ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും വെബ്സൈറ്റിൽ സൂക്ഷിക്കുക അല്ലെ. അവര് വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ ഫെസിലിറ്റീസ് ലഭ്യമാണ്, അവിടെ നിന്ന് എന്തൊക്കെ സർവീസുകൾ ലഭിക്കും അല്ലെ, ഏതൊക്കെ ഡോക്ടേഴ്സ് അവിടെ അവൈലബിലിറ്റി ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അവരുടെ വെബ്സൈറ്റിൽ സൂക്ഷിക്കുക. പിന്നെ പേഷ്യന്റ് പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലേ, പേഷ്യൻസിന്റെ എന്താണ് ഐഡിയും പാസ്വേഡും അടിച്ച് അവർക്ക് അവരുടെ ഇതിലേക്ക് അവർക്ക് തന്നെ കയറാൻ സാധിക്കുന്നു അല്ലെ. നമ്മ ഈ 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുക PSC ചെയ്യാറുണ്ടോ? ചെയ്തിട്ടില്ലേ? നിങ്ങൾ ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മുടെ ID പാസ്വേഡ് ഒക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് PSC എല്ലാ അപ്ഡേഷൻസും നമുക്ക് അറിയാലോ, പുതിയ നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, ഇല്ലേ, നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ടോ അല്ലെ, എല്ലാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പേഷ്യന്റ് അതേപോലെ തന്നെ പേഷ്യന്റ് പോർട്ടൽ യൂസ് ചെയ്ത് അവിടെ പാസ്വേഡും ID യൂസർ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ലഭിക്കും.
അപ്പൊ അതിൽ സെറ്റ് ചെയ്യാം, ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അതിൽ സെറ്റ് ചെയ്യാം. കൂടാതെ പ്രിന്റഡ് കൊളാട്രൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ്, അവിടെ എന്തൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ പേഷ്യൻസിന് നൽകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രിന്റ് ചെയ്ത് വെക്കാറുണ്ടല്ലോ. ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ? നമ്മ ഈ വെയിറ്റിംഗ് റൂമിലൊക്കെ ടേബിളും അവർ വെച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോ ഇപ്പൊ ചെവി കേൾക്കാത്ത ആളുകൾക്ക് പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ സ്മൈൽ കറക്ഷൻ നടത്തുന്നുണ്ടാവാം അല്ലെ. ജെൻഡർ സെക്ഷനുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ലേ സ്മൈൽ കറക്ഷൻ? അപ്പൊ അതൊക്കെ പുതിയ ടെക്നോളജീസ് അല്ലേ, പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഹോസ്പിറ്റലില് എന്തെല്ലാം പ്രവർത്തനങ്ങള്, സേവനങ്ങള്, അതല്ലെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ്, അതല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രിന്റ് ചെയ്ത് അവർ വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി പേഷ്യൻസിന് അവരുടെ എക്സ്പെക്ടേഷൻസ് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യാനായി സാധിക്കുന്നു, സജ്ജീകരിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ പേഷ്യൻസിന് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാല്, അതല്ലെങ്കിൽ പ്രിന്റഡ് കൊളാറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുന്നില്ലേ ഹോസ്പിറ്റലിന് ഏതൊക്കെ സർവീസുകൾ ലഭിക്കില്ലേ, എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കും, അതിനുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്തൂടെ അല്ലേ? അപ്പൊ അവർക്ക് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സജ്ജമാക്കാനായിട്ട്, സെറ്റ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ഇൻക്ലൂഡിംഗ് ആൻഡ് ഫ്രീക്വന്റ്ലി FAQ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ ഓൺ പ്രിന്റഡ് ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ ദാറ്റ് ഡയറക്ട്സ് ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻസ്, received care after hours, and scheduled appointments also plays a vital role in aligning patients' hopes with their experience. നമുക്ക് ഇതിലൊരു സർവേ തന്നെ കാണിച്ചില്ലേ, സർവേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. എല്ലാത്തിലും ഇങ്ങനെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നത്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ, അതായത് ചിലപ്പോ അത് നമുക്ക് പ്രിന്റഡ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഡിജിറ്റൽ നമുക്ക് ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ലിങ്ക് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഫിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് സെക്ഷൻസ് നമ്മ എന്താണ് ഫില്ല് ചെയ്യുന്നതിലൂടെ, അതല്ലെങ്കിൽ റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ്, നമുക്ക് പരിചരണം ലഭിച്ച് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യില്ലേ, ഹോസ്പിറ്റലില് ഫീഡ്ബാക്ക് ചോദിക്കില്ലേ. അപ്പൊ ആ ഫീഡ്ബാക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, നമ്മ പ്രതീക്ഷിച്ചതിൽ നിന്നും നമുക്ക് കിട്ടിയ അനുഭവങ്ങളല്ലേ പറയുന്നത്, നമുക്കുണ്ടായ എക്സ്പീരിയൻസ്. ചിലപ്പോ പോരായ്മകളായിരിക്കാം അല്ലെ, ഹോസ്പിറ്റലിന്റെ പോരായ്മകളായിരിക്കാം അല്ലെ, ഫിറ്റ്ഫോൾസ് അല്ലെ, കംപ്ലൈൻസുകളായിരിക്കാം. അപ്പൊ അങ്ങനെ റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ്, അതല്ലെങ്കിൽ ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്സ്, സജഷൻസ് ആയിരിക്കാം അല്ലെ. അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഇതൊക്കെ ഒരു വൈറ്റൽ റോൾ അലൈനിങ് പേഷ്യൻസ് ഹോപ്സ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് സെക്ഷൻസ് ഫില്ല് ചെയ്യുന്നതിലൂടെ, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെയൊക്കെ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് അവർക്ക് സജ്ജമാക്കാൻ സാധിക്കുന്നു ഹോസ്പിറ്റൽ അല്ലെ. ഇപ്പൊ ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാല്, അതല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാല് ഹോസ്പിറ്റലിന് അറിയാൻ സാധിക്കുന്നില്ലേ എന്തൊക്കെ പോരായ്മകളുണ്ട് അല്ലെ, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതുണ്ട് അല്ലെ, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതുണ്ട് അല്ലെ, എന്തൊക്കെ ഫെസിലിറ്റീസ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഫീഡ്ബാക്കിൽ നിന്ന്. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് ഹോസ്പിറ്റലില് മാറ്റങ്ങൾ, ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നില്ലേ. ഹോസ്പിറ്റലില് ഇതുവഴി ഈ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലൂടെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് അല്ലെ, അവരുടെ പ്രതീക്ഷകള് ഹോസ്പിറ്റലില് സജ്ജമാക്കാൻ സാധിക്കുന്നു, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സജ്ജീകരിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്?
സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യമാണ് അല്ലെ. പക്ഷെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ? വളഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അല്ലെ, നമുക്ക് അത് കാണുമ്പോ നമ്മൾ അത് വായിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നില്ലേ? ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നില്ലേ? ചെറിയൊരു കാര്യം ഇപ്പൊ മനസ്സിലായോ? നെക്സ്റ്റ് ഗോ ഡിജിറ്റൽ. ഡിജിറ്റലൈസ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിജിറ്റലൈസ് ചെയ്തേക്കുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു. എവറി സ്റ്റെപ്പ് ഹോസ്പിറ്റൽ എവറി സ്റ്റെപ്പ് ഡിജിറ്റലൈസ് ചെയ്തേക്കാണ്. പേയ്മെന്റ് മാത്രമാണോ? അപ്പോയിന്റ്മെന്റ്സ് മുതൽ അല്ലേ? അപ്പോയിന്റ്മെന്റ്സ് മുതൽ അല്ലേ? ബുക്കിംഗ്. നോക്കിയേ, hospital can do just about anything with a few taps on our mobile, our phones, from paying our bills to book a vacation. Allata vaccination nana adonu correct cheyaട്ടോ. വാക്സിനേഷൻ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നമ്മുടെ ഫോണില് കുറച്ച് ടാപ്സുകളിലൂടെ അല്ലെങ്കിൽ കുറച്ച് ടച്ചുകളിലൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, നമ്മ സ്മാർട്ട് ഫോൺ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അതിൽ ജസ്റ്റ് ഒരു 2, 3, 4 ടച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൂടെ? അപ്പൊ എന്താ, നമ്മുടെ ഫോണില് കുറച്ച് ടച്ചുകളിലൂടെ എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ചെയ്യാനായി സാധിക്കുന്നു. ഫ്രം പേയിങ് അവർ ബിൽസ് ടു ബുക്കിംഗ് വാക്സിനേഷൻ. നമ്മുടെ ബിൽസ് പേ ചെയ്യുന്നത് മുതൽ നമ്മുടെ വാക്സിനേഷൻ ബുക്ക് ചെയ്യാൻ വരെ നമുക്ക് ഇതിന് സാധിക്കുന്നു. ഡിജിറ്റൈസിംഗ് യുവർ പ്രാക്ടീസ് ക്യാൻ ജനറേറ്റ് പ്രൊഫിഷ്യൻസീസ് ഫോർ യുവർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ദാറ്റ് മേക്ക് ബെറ്റർ എവരിവൺസ് എക്സ്പീരിയൻസ്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഹോസ്പിറ്റലിലെ എല്ലാ സെക്ഷനിലും ഡിജിറ്റൈസ് ആക്കുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നുണ്ടോ? പ്രൊഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കഴിയും അല്ലെ. അവർക്ക് ഈസി ആയിട്ട് അല്ലെ, ഈസി ആയിട്ട് എറർ ഫ്രീ ആയിട്ട് അല്ലെ, തെറ്റുകളൊന്നും കൂടാതെ വേഗത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പഠിച്ചോ? അവർ എഡ്യൂക്കേഷന് സഹായിക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അല്ലെ, അവർക്ക് അപ്പൊ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടില്ലേ വിവരങ്ങള്? ഓക്കെ, അപ്പൊ എന്താണ്, അവരുടെ പ്രൊഫിഷ്യൻസി അല്ലെ, അവരുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർ യുവർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ദാറ്റ് മേക്ക് ബെറ്റർ എവരിവൺസ് എക്സ്പീരിയൻസ് അല്ലെ. അപ്പൊ പേഷ്യൻസിന് എന്താണ്, ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ആളുകളിൽ നിന്നുള്ള എല്ലാ സ്റ്റാഫുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ടോ? നല്ല രീതിയിലാക്കാൻ സാധിക്കുന്നില്ലേ? ഇപ്പൊ എന്താണ്, അവർക്ക് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ. എല്ലാവർക്കും സ്പീഡില് പ്രവർത്തനങ്ങൾ നടക്കാം. ഒരു സെക്ഷനിലും എന്താണ് എറർ വരുന്നുണ്ടോ? കംപ്ലൈന്റ്സുകള്, പരാതികള്, തെറ്റുകൾ വരുന്നുണ്ടോ ഡിജിറ്റൈസ് ആക്കുമ്പോ? ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ അതവരെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത് കുറവാണ് അല്ലെ. അപ്പൊ എന്താണ്, പേഷ്യൻസിന് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ, ബെറ്റർ ആക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കി, the right software allows to digitize every step of the patient's journey from booking and appointments to paying their bills എന്നാണ് കേട്ടോ. അവിടെ ഡിഡക്റ്റിബിൾസ് എന്നല്ല, ബിൽസ് എന്നാണ് കേട്ടോ. എന്താണ്, ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുന്നത് മുതൽ അവരുടെ ബിൽസുകൾ പേയ്മെന്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള അല്ലെ, റൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുക, അപ്ഡേറ്റ് നടത്തുക അല്ലെ. ഇപ്പൊ എല്ലാ സെക്ഷനിലും ഒരേപോലെയുള്ള സോഫ്റ്റ്വെയർസ് ആണോ ആഡ് ചെയ്യുന്നത്? ഇപ്പൊ ലാബിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ളതാണോ ഫാർമസിയിൽ ഉപയോഗിക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ജേർണി, അവരുടെ യാത്ര എളുപ്പമാക്കി തീർക്കാനും വേഗത്തിലാക്കി തീർക്കാനും എറർ ഫ്രീ ആക്കി തീർക്കാനും വേണ്ടി എല്ലാ സെക്ഷനിലും റൈറ്റ് സോഫ്റ്റ്വെയർസ് അനുവദിക്കുക, എല്ലാം ചെയ്യുക. ക്ലിയർ ആയത്?
നെക്സ്റ്റ് ഡിക്രീസ് വെയിറ്റ് ടൈംസ്. വെയിറ്റ് ടൈം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ പേഷ്യൻസുമായിട്ടുള്ള? നോക്കിയേ, decreased the amount of times that patients spend in waiting room. Spend in waiting rooms. Patients waiting rooms ചെലവഴിക്കേണ്ടി വരുന്ന സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. Plan to get rid of time spent traveling to and from appointments. അല്ലെ, ഒരു അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ, ആ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം അവർക്ക് അവിടെ നിന്ന് പോകാനും പറ്റുന്ന സമയം അവർക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മ ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ്സ് നമ്മളാണ് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമുക്കറിയാം അല്ലെ, നമുക്ക് പറയാലോ, നമുക്കൊരു 11 മണിക്ക് 11:30 നമ്മ അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമുക്ക് 1 മണി 1:30 ആകുമ്പോഴേക്കും നമുക്ക് പോരാലോ അവിടെ നിന്ന് ഡോക്ടറെ കാണാം അല്ലെ. അപ്പൊ നമുക്ക് ആ സമയം നമുക്ക് തന്നെ നിശ്ചയിക്കാൻ സാധിക്കുന്നുണ്ടോ എത്ര സമയം വേണ്ടി വരും അല്ലെ? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും അപ്പോയിന്റ്മെന്റ്സ് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സിനും വേണ്ടി എത്ര സമയം ചെലവഴിക്കേണ്ടി വരുന്നു എന്ന സമയം കണ്ടെത്താനായി സാധിക്കുന്നു. കൂടാതെ റിമൂവിങ് സ്ട്രെസ്, നമ്മൾ ഓരോ സെക്ഷനിലും വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ എന്തെങ്കിലും ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടി, ഡോക്ടറെ കാണാനിരിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും അല്ലെ, ടെസ്റ്റ് റിസൾട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഡോക്ടറെ കാണാനിരിക്കുമ്പോ അല്ലെ, ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ പറയൂല്ലേ? അപ്പൊ ആ സ്ട്രെസ് പേഷ്യൻസിന്റെ ഓരോ വെയിറ്റിംഗ് സെക്ഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ സ്ട്രെസ് മാറ്റാനായി സാധിക്കുന്നു. ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ്, ഒരുപാട് നേരം അവരവിടെ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളു. ചില പേഷ്യൻസ് എന്ത് ചെയ്യും, ക്ഷമയില്ലാത്ത പേഷ്യൻസ് എന്ത് ചെയ്യും, അവര് പോവില്ലേ, അവിടുന്ന് പോവുമല്ലോ. അവരെന്ത് ചെയ്യും, പോകും. അപ്പൊ അങ്ങനെയുള്ള അറ്റൻഡൻസ് ബാരിയേഴ്സ് കുറയ്ക്കാനായും മാറ്റാനായും ഈ വെയിറ്റ് ടൈം കുറയ്ക്കുന്നത് വഴി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, പേഷ്യൻസ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ലോങ്ങർ വെയിറ്റ് ടൈംസ് അല്ലെ. എന്താണ് പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ? നമ്മ പേപ്പർ വർക്ക് ആണ് ചെയ്യുന്നത്. എന്താണ്, അവിടുത്തെ ക്ലർക്ക് നമ്മുടെ അടുത്ത് ചോദിച്ച് വിവരങ്ങൾ ചോദിച്ച് അവര് തന്നെ ഫിൽ ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും അല്ലെ. അപ്പൊ patient registration paperwork also contribute to longer wait times. Patient registration paperwork ഒരുപാട് സമയം ചെലവാക്കേണ്ടതായി വരുന്നു. Hospital can use a secure online program to let the patients complete and submit their registration paperwork before their appointments, further deducting time spent in the waiting room. ഇപ്പൊ നമ്മ അപ്പോയിന്റ്മെന്റ്സിന് മുമ്പ് നമ്മ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേപ്പർ വർക്കുകൾ ആരാണ് ഫിൽ ചെയ്യുന്നത്? ഓൺലൈനിലൂടെ ആരായിരിക്കും ഫിൽ ചെയ്യുന്നത്? നമ്മൾ തന്നെ ഫിൽ ചെയ്യും അല്ലെ. നമ്മൾ തന്നെ ഫിൽ ചെയ്ത് അപ്പൊ നമ്മുടെ വിവരങ്ങളെ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാലോ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലില് എന്താണ്, നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിന് മുമ്പ് പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം ഹോസ്പിറ്റൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഫർദർ ഡിഡക്റ്റിംഗ് ടൈം സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് റൂമിലെ പേഷ്യൻസ് ചെലവാക്കുന്ന സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. പിന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഫോം ഫില്ല് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് ചെയ്യേണ്ടി വരുമോ? അവരുടെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഇൻഫർമേഷൻസ് അല്ലെ ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ അവർക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ്സിന് എത്തുന്നതിന് മുമ്പ് അവരുടെ രജിസ്ട്രേഷൻ അവർ തന്നെ ചെയ്യുന്നതിലൂടെ വെയിറ്റിംഗ് ടൈമിനെ അവർ ചെലവാക്കേണ്ടി വരുന്ന സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ അല്ലെ. എങ്ങനെയുള്ള ഒരു കെയർ കൊടുക്കാം പേഷ്യൻസിന്? പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസും ഒരേപോലെയുള്ള സിറ്റുവേഷനിലാണോ വരുന്നത്? അല്ല അല്ലെ, ചിലര് ക്രിട്ടിക്കൽ സ്റ്റേജിലാകാം അല്ലെ, ചിലരെന്താണ് മൈനർ ആയിട്ടുള്ള അസുഖങ്ങളാവാം അല്ലെ.
അപ്പൊ അവർക്ക് എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് വേണമല്ലോ, സഡൻ ആയിട്ട് അല്ലെ, കൂടുതൽ കെയേഴ്സും വേണം അല്ലെ. എന്ത് ചെയ്യണം, ഓരോ രോഗിക്കും ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുക അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം നൽകുക. നോക്കാം കേട്ടാ. Patient health and well-being should be at the core of everything the hospital and the patient do. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കോർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന്റെ ഹെൽത്തും വെൽബീയിങ്സ് ആണോ? പേഷ്യൻസിന്റെ ആരോഗ്യവും അവരുടെ ക്ഷേമവും അല്ലെ, വെൽബീയിങ്സും അല്ലേ. എന്താ എവറിത്തിങ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് എന്താണ് എല്ലാത്തിന്റെയും കാതൽ, എവറിത്തിങ് കോർ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഹെൽത്തും വെൽബീയിങ്സുമാണ്. Patient focused care consider the patient values and individual preference as well as their health requirements. Patient focused care എന്തിനൊക്കെയാണ് പരിഗണിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ വാല്യൂസ് അല്ലെ, പേഷ്യൻസിന്റെ മൂല്യം നൽകുന്നുണ്ടോ? ഓരോ പേഷ്യൻസിന് അവർക്ക് മൂല്യം കൊടുക്കുന്നുണ്ട് അല്ലെ, പേഷ്യൻസിന് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള പ്രാധാന്യം, ഏത് പേഷ്യൻസിനാണ് അല്ലെ കൂടുതൽ കെയർ കൊടുക്കേണ്ടത്, അവർക്ക് അത്രയും കെയർ കൊടുക്കുന്നില്ലേ? ക്രിട്ടിക്കൽ പേഷ്യൻസിന് കൂടുതൽ കൊടുക്കുന്നു അല്ലെ, ആണോ? അപ്പൊ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അനുസരിച്ച് അല്ലെ, വ്യക്തിഗത പ്രാധാന്യം നൽകുന്നു അല്ലെ. ഇപ്പൊ ഇൻഡിവിജ്വൽ ക്രിട്ടിക്കൽ പേഷ്യൻസിന്റെ അത്രയും പ്രിഫറൻസ് നമ്മൾ മൈനർ ഇഞ്ചുറീസ് അല്ലെങ്കിൽ മൈനർ ഇൽനെസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് കൊടുക്കണോ? ഇമ്പോർട്ടൻസ് വേണ്ടല്ലോ. അപ്പൊ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് അല്ലെ, വ്യക്തിഗത പ്രാധാന്യം കൊടുക്കാനായി സഹായിക്കുന്നു. കൂടാതെ എന്താണ്, ഹെൽത്ത് റിക്വയർമെന്റ്സ് അല്ലെ, അവരുടെ എന്താണ് ഓരോ പേഷ്യൻസിന്റെയും ആരോഗ്യ ആവശ്യങ്ങൾ ഒരേപോലെയാണോ? ഇപ്പൊ ഒരു ഫ്രാക്ചർ പറ്റി കൊണ്ടുവന്ന പേഷ്യൻസ് ഉണ്ട്, ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസുമായി കൊണ്ടുവന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. രണ്ടുപേർക്കും ഒരേപോലെയുള്ള ഹെൽത്ത് റിക്വയർമെന്റ്സ് ആണ് ആവശ്യം അല്ല അല്ലെ, രണ്ടുപേർക്കും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, പേഷ്യൻസിന്റെ ഹെൽത്ത് റിക്വയർമെന്റ്സ് അനുസരിച്ച്, ആരോഗ്യ ആവശ്യം അനുസരിച്ച് അവർക്ക് വേണ്ട പ്രാധാന്യം അല്ലെ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഹോസ്പിറ്റലിൽ നിറവേറ്റി കൊടുക്കുന്നു. ക്ലിയർ ആയത്? Next, education and technologies updates that streamline their experience donate to patient focused care. എന്താണ്, ഹോസ്പിറ്റലില് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മൾ പഠിച്ചു അല്ലെ, പല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് എന്താണ്, മോക്ക് ഡ്രില്ലുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, കൊടുക്കുന്നുണ്ട്, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുവഴി പിന്നെ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് വഴി എന്താണ്, സ്റ്റാഫുകൾക്ക് പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം കൊടുക്കാനായി സാധിക്കുന്നു ഇല്ലേ. ഇവഞ്ച്വലി ഇതെന്തിലേക്ക് നയിക്കുന്നു? ഒരു പേഷ്യൻസിന് അവർക്ക് അർഹിക്കുന്ന, അവർക്ക് വേണ്ട പരിചരണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ലഭിക്കുന്നു? സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടോ? Eventually improving the patient experience and the patient satisfaction score. ഇതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. ഹോസ്പിറ്റലില് ഇപ്പൊ ഉള്ള ഹോസ്പിറ്റലും ഒരു 5 വർഷം മുമ്പുള്ള ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസും ഒരേപോലെയാണോ? ഫെസിലിറ്റീസ് അല്ല അല്ലെ. എന്ത് വന്നിട്ടുണ്ട്? ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, ഡെവലപ്മെന്റ്സുകൾ ഇംപ്രൂവ്മെന്റുകൾ അല്ലെ, ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെ. ഈ അഡ്വാൻസ്ഡ് ആവുന്നതിനനുസരിച്ച് അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രവർത്തനത്തില് വേഗത ഉണ്ടാവണ്ടേ? വേണല്ലേ. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? അങ്ങനെ വേഗത്തിൽ പ്രവർത്തിക്കണം.
എന്ത് കൊടുക്കണം അവർക്ക്? ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ? ആ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നതിലൂടെ എന്താണ് അവർക്ക് വേഗത കൈവരിക്കാനായി സാധിക്കുന്നു. അതുവഴി അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാൻ പറ്റുമോ? അഡ്വാൻസ്ഡ് ആവുമ്പോ അല്ലേ? ഉണ്ട്. കുറെ നാൾ കീ ഹോൾ സർജറി ഒക്കെ ഉണ്ടായിരുന്നോ? കീ ഹോൾ സർജറി, റേഡിയേഷൻ, കീമോ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മ കുറെ നാളുകൾക്ക് മുമ്പ്? ഇല്ല, ഇപ്പോഴല്ല, കുറെ പണ്ട് ഒരു 20-25 വർഷം മുമ്പൊക്കെ, 30 വർഷം മുമ്പൊക്കെ. ഇല്ല അല്ലെ? അപ്പൊ ഇതൊക്കെ പിന്നീടാണല്ലേ അഡ്വാൻസ് മെഡിക്കൽ പുരോഗതിനനുസരിച്ച് കണ്ടെത്തിയതാണ് അല്ലെ? ഇതൊക്കെ ഒരു ക്യാൻസർ പേഷ്യന്റ് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അതെന്ത് ചെയ്യണം? ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അതിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണ്ടേ? Health care practices and the system are continuously evolving. എന്താണ് ഹെൽത്ത് കെയർ പ്രാക്ടീസസ്? അവിടുത്തെ സിസ്റ്റം എന്താണ്? തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു, ഇവോൾവ് ചെയ്യുന്നു അല്ലെ? വികസിച്ചു കൊണ്ടിരിക്കുന്നു. ടു കീപ് ഫേസ്, അപ്പൊ എന്ത് ചെയ്യണം? വേഗത നിലനിർത്താനായിട്ട് അല്ലെ? ഇവിടെ ഒരു വേഗത നിലനിർത്താനായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് റിക്വയർ ആക്സസ് ടു വാസ്റ്റ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കോഴ്സസ് that expand their knowledge base and improve their ability to provide high quality care. അവർക്ക് ആ വേഗത നിലനിർത്താനായിട്ട് അവർക്ക് എന്താണ്? വാസ്റ്റ് ആയിട്ടുള്ള അല്ലെ നല്ല രീതിയിലുള്ള എന്താണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ നോളജ്, അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ ആ സ്റ്റാഫുകളുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ നോളജ്, അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ അവരുടെ എബിലിറ്റി അല്ലെ, അവരുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഇതുവഴി അവർക്ക് എന്തിനു കഴിയുന്നു? പേഷ്യൻസിന് ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകാനായി സാധിക്കുന്നു അല്ലെ? ആണോ? പിന്നെ വിത്ത് ദ റൈറ്റ് സ്കിൽ സെറ്റ്, എന്താണ്? കറക്റ്റ് രീതിയിലുള്ള ഒരു സ്കിൽ സെറ്റ് സ്റ്റാഫുകൾക്ക് സെറ്റ് ചെയ്യുന്നതിലൂടെ പ്രാക്ടീഷണേഴ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ്. എന്താണ്? പ്രാക്ടീഷണേഴ്സ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? എന്താണ് ഹെൽത്ത് കെയർ പ്രാക്ടീസസും അവിടുത്തെ സിസ്റ്റം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ തുടർച്ചയായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു വേഗത നിലനിർത്തണം അല്ലെ? ഇപ്പൊ ഒരു പുരോഗതി ഉണ്ടായി അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും എക്സ്ട്രാ ടെക്നോളജീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, അതെങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ അത് ഇരിക്കാൻ പറ്റുമോ? അവർക്ക് അവിടെ വർക്ക് ചെയ്യാതെ? ഇല്ല അല്ലെ? അവരെന്ത് ചെയ്യണം? അത് പഠിച്ച് മറ്റുള്ളവർക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? വേണ്ടേ? അപ്പൊ അതിനെന്ത് ചെയ്യാ? ടു കീപ് ഫേസ്, അത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവര് എന്താണ് അറിവും അവരുടെ കഴിവുകളും വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഇതുവഴി പേഷ്യൻസിന് നല്ല ഉയർന്ന നിലവാരമുള്ള എന്താണ് പരിചരണം ലഭ്യമാകുന്നു. ഇതെന്താണ്? സെറ്റ് കറക്റ്റ് സ്കിൽ സ്റ്റാഫുകളില് ശരിയായ കഴിവ് സജ്ജമാക്കുന്നതിലൂടെ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് മോക്ക് ഡ്രില്ലുകൾ കൊടുക്കാണ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അവരെ കഴിവ് നമ്മ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? സ്കില്ല് വർദ്ധിപ്പിക്കും അല്ലേ? ആണോ? അവരെ സ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ചെയ്യും. ഇങ്ങനെ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് അവരെ സ്കിൽ സെറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് പ്രാക്ടീഷണേഴ്സിന്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഇൻക്രീസ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഈ ചാപ്റ്റർ ഓക്കെ ആണോ എല്ലാവർക്കും? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ആണോ? ഓക്കെ.
ഈസി ആണ് അല്ലെ? ഓക്കെ, മിസ് കുറച്ച് പറഞ്ഞുതരാം. 8 ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാം. പിന്നെ ഇതിലിങ്ങനെ വരുന്നു 8 ക്രിയേറ്റീവ് വേസ്. ഇത് 8 ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ചോദിക്കുന്നില്ലേ, ഗ്രാൻഡ് അംബാസഡേഴ്സ് ആരാണ്, അഡ്വക്കേറ്റ്സ് ആരാണ്, അങ്ങനെയൊക്കെ കുറെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചോദിക്കുന്നില്ലേ? അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാട്ടോ, മിസ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നോക്കാട്ടാ. പിന്നെ ഏതാണെന്നോ, പിന്നെ ഈ 6 അണ്ടർലൈൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, 6 അണ്ടർലൈൻ മെട്രിക്സ് അത് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് പഠിക്കാട്ടാ. പിന്നെ ഈ 5 വരുന്നില്ലേ, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ, അതല്ലെങ്കിൽ എന്താണ് സ്റ്റാഫ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അങ്ങനെ 5 വരുന്നില്ലേ, അത് പഠിക്കാം. പിന്നെ ഈ പിരമിഡ് ഇല്ലേ, പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്, അത് പഠിക്കാം. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഇല്ലേ, ഒബ്ജക്റ്റീവ്സ് ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാട്ടാ. അപ്പൊ മിസ്സിന്റെ ക്ലാസ് ഇന്ന് മിസ്സിന് ഈ ചാപ്റ്റർ ആയിരുന്നു എടുക്കാനുണ്ടായത്, മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞു, ഇന്നത്തോടുകൂടി മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം പഠിച്ച് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഫസ്റ്റ് മിസ്സിന് ഒരു ഫാർമസിയുടെ ഒരു സെക്ഷൻ എടുക്കാനുണ്ടായി അല്ലേ, ഒരു ക്ലാസ് മിസ് എടുത്തു. പിന്നെ എന്താണ്, കഴിയാറായപ്പോഴത്തേനും മിസ്സിന് വീണ്ടും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്, ഫോണിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ കാണാൻ പറ്റിയതില്ല. എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് സ്കോർ നേടുക എന്നതിലുപരി എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണം അല്ലെ, അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത്. അപ്പൊ അതിനെന്ത് വേണം, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതല്ലെങ്കിൽ മോക്ക് ടെക്സ്റ്റുകൾ മാത്രം പഠിച്ചാൽ മതിയോ? എല്ലാത്തിലും അല്ലെ എന്താണ്, നമ്മൾ ഈ പ്രിന്റ് ഔട്ടുകള് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ, എക്സ്പ്ലനേഷനും. അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാം. അപ്പൊ മിസ്സിന്റെ വക ഒന്നുകൂടി ഒരു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഓൾ.